ഈ നിയമസഭയിൽ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഈ നന്ദി പ്രമേയം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന നടപടികളും സംസ്ഥാനത്ത് തുടർന്ന് നടത്താൻ പോകുന്ന ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നടത്താൻ പോകുന്ന കാര്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ ഈ പ്രസംഗം വായിച്ചതിന് തുല്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം സഭയോട് നടത്തിയിട്ടുള്ള അവഹേളനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ സഭ ഗവർണറുടെ നിലപാടിനെതിരായ ഒരു പൊതുവികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രകടിപ്പിച്ച വികാരമാണ്. ഈ വികാരം ഗൗരവമായി കാണാനും കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ആവശ്യമായ ശ്രദ്ധ പതിപ്പിക്കാനും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ പറഞ്ഞു വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ UDF നടത്തി വരുന്ന സമരങ്ങൾ ഈ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ സമരങ്ങൾക്കെല്ലാം BJPയുടെ നിലപാടുമായി ബന്ധമുണ്ട്. BJP പിന്തുണയ്ക്കുന്നു, UDF സമരം നടത്തുന്നു. BJP സമരം നടത്തുന്നു, UDF പിന്തുണയ്ക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കേരളത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ UDF യോജിക്കുന്നേയില്ല. കോൺഗ്രസ് നടത്തി വരുന്ന കേരള വിരുദ്ധ നിലപാടുകൾക്കെതിരെ സർക്കാർ ഗൗരവമായ സമീപനം സ്വീകരിക്കണം. ചില പ്രശ്നങ്ങൾ ഇവിടെ അൻവർ ഉന്നയിക്കുകയുണ്ടായി. അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്, അന്വേഷണത്തിനും വിധേയമാക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ഏത് വികസന പ്രവർത്തനങ്ങളായാലും അതിനെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. പലപ്പോഴും ഈ നിലപാടുകൾ വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറി വരികയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ റെയിലിനെ, സിൽവർ ലൈനിനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും കേരളത്തിൽ എത്ര ശ്രമം നടത്തി കഴിഞ്ഞാലും നിലവിലുള്ള റെയിൽപാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടിക്ക് ഓടാൻ കഴിയാവുന്ന സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോഴെന്താ കേരളത്തിൻ്റെ ഈ ആവശ്യം പരിഹരിക്കുന്നതിനുള്ള വഴി? ഒരു പുതിയ റെയിൽപാത വേണം. ആ റെയിൽപാത ഉണ്ടാക്കുന്നതിന് സഹായകരമാണ് സിൽവർ ലൈനിൻ്റെ പ്രപ്പോസൽ. അതിനോടൊരു പ്രായോഗികമായ നിലപാടാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്? അതിൻ്റെ സർവേക്ക് വേണ്ടി നടത്തിയ കുറ്റി വരെ പൊരിച്ച് പുഴയിലെറിഞ്ഞു. വളരെ കടുത്ത സമര രീതികളാണ് അവർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തുടരുകയല്ലേ? യഥാർത്ഥത്തിൽ വന്ദേ ഭാരതിൻ്റെ ട്രെയിനിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ സിൽവർ ലൈനോടുള്ള അഭിപ്രായ വ്യത്യാസം മാറേണ്ടതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലെല്ലാം UDF സ്വീകരിക്കുന്ന നിലപാട് എല്ലാ തലത്തിലും ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആർക്കോ വേണ്ടിയാണ് കോൺഗ്രസ് ഇവിടെ നടക്കുന്ന ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായ ചില പരാമർശങ്ങൾ നടത്തേണ്ടായി. അതൊന്നും മറുപടി അർഹിക്കുന്ന പരാമർശങ്ങളല്ല. മുഖ്യമന്ത്രിക്ക് ബാധകമാകുന്ന കാര്യമല്ല. നിങ്ങൾ എത്ര കാലമായി മുഖ്യമന്ത്രിയെ ഒറ്റ തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി ആകുന്നതിനു മുമ്പും മുഖ്യമന്ത്രി ആയതിനു ശേഷവും തുടർച്ചയായിട്ട് വേട്ടയാടുകയല്ലേ? അതെല്ലാം സഹിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പോകുന്നത്? അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണോ ഇവിടെ നടപ്പിലാക്കുന്നത്? കേരളത്തിൽ CPMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നയങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. ആ നയങ്ങൾക്ക് ജനങ്ങൾക്ക് ലഭിച്ചു വരുന്ന പിന്തുണ എല്ലാവരെയും വിഷമത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനെ വിഷമത്തിലാക്കുന്നുണ്ട്, BJP വിഷമത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ പരാമർശം അടിസ്ഥാനരഹിതമാണ്. അത് മറുപടി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് സാർ ഇവിടെ ഈ കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ അടിസ്ഥാനം? കേരളത്തിൽ എയിംസ് അനുവദിക്കാത്ത നിലപാടിനോട് UDF യോജിക്കാൻ കഴിയുമോ? ദേശീയപാതാ വികസനത്തിൽ
പലപ്പോഴും അവർ വിലങ്ങുതടിയായി നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു. വിമാനത്താവളങ്ങളുടെ സ്വകാര്യവൽക്കരണം. ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചു, അദാനി ഏൽപ്പിച്ചു. കേരള ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധ പ്രകടിപ്പിച്ചു. കോടതിയിൽ ഇടപെട്ടു, കേന്ദ്രം അനുവദിച്ചു. ഒരു ഫെഡറൽ നിലപാട്, ഫെഡറൽ തത്വങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണെങ്കിൽ സംസ്ഥാനത്തെ സഹായിക്കണ്ടേ? അങ്ങനെ കേന്ദ്രം ഒരു നിലപാടെടുത്തപ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ ഇവിടെ UDF ഉണ്ടായോ? UDFിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ അത്തരമൊരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? കണ്ണൂർ വിമാനത്താവളം, കോഴിക്കോട് വിമാനത്താവളം, ഇതിനോടെല്ലാമുള്ള വലിയ അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ശബരിമല വിമാനത്താവളത്തിന് അതിവേഗതയിലുള്ള ശ്രമം കേരള ഗവൺമെൻറ് നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ചില നിലപാടുകളാണ് അതിനിപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സന്നദ്ധമാവുന്നില്ലല്ലോ. പുതിയ പാതകൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പുതിയ പാതകൾ, പാത ഇരട്ടിപ്പിക്കൽ, നിലവിലെ പാതകളുടെ നവീകരണം, കേരളത്തിന് സെമി ഹൈസ്പീഡ് ട്രെയിൻ അനുവദിക്കാത്തത്, ഇത്തരം പ്രശ്നങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളിൽ എന്താണ് UDF സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഗൗരവമായിട്ട് നാം കാണണ്ടേ? ആശുപത്രികളുടെ പേരുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് വീടുകൾക്ക് പേര് നൽകുന്നതിനുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരുണ്യ ഇൻഷുറൻസ് പേര് മാറ്റാൻ ശ്രമിക്കുന്നു. അംഗനവാടിയോട് അവഗണന കാണിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ വിവേചനം, തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു, പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം. സർ, ഈ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെയാണ്. ഇത് വേർതിരിച്ച് കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമെങ്കിലും നിങ്ങൾ നടത്തണ്ടേ? ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങളില്ലേ? ഇവിടെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് കേരള ഗവൺമെൻറ് ഏറ്റെടുത്തല്ലോ, കോടതിയിൽ പോയിട്ടാണ് ഏറ്റെടുത്തത്. ഈ യാഥാർത്ഥ്യമല്ലേ? തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. കേരളത്തിലുള്ള, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏക പേപ്പർ കമ്പനിയാണ് കോട്ടയത്തുള്ള വെള്ളൂർ ന്യൂസ് പ്രിന്റ്. ഇത് എത്ര കാലം പൂട്ടിക്കിടന്നു? വിൽക്കാനല്ലേ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്? ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ കേരള ഗവൺമെൻറ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇടപെട്ടില്ലേ? കോടതിയിൽ കേസ് നടത്തിയില്ലേ? അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോടതിയിൽ നമ്മൾ ജയിച്ചു. ഈ പ്രശ്നത്തിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. കഴിഞ്ഞ 10 മാസക്കാലമായി അത് അടഞ്ഞു കിടക്കുകയാണ്. തൊഴിലാളികൾക്ക് ജോലിയില്ല. അവിടെയുള്ള തൊഴിലാളി സംഘടനകളെല്ലാം ഒന്നിച്ച് പറയുന്നത്, വ്യത്യാസമില്ലാതെ ഒന്നിച്ച് പറയുന്നത്, INTC എവിടെയുണ്ട്? അവർ പറയുന്നത് ഈ കീടനാശിനി ഫാക്ടറി സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അവർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വരികയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ കേരളത്തിന് മുമ്പിലുള്ള അനുഭവമല്ലേ? ഇതിനോട്, ഇത്തരം പ്രശ്നങ്ങളോടെല്ലാം UDF മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ശരിയാണോ? ഇവിടെ ഇന്നലെ കണക്കുകളുടെ കസർത്തുകൾ നടന്നു. ഈ നിയമസഭയിൽ വിവിധ തലങ്ങളിലുള്ള കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. കണക്ക് ആരവതരിപ്പിച്ചു കഴിഞ്ഞാലും കണക്കായി നിൽക്കും. കണക്ക് തെറ്റിക്കാൻ കഴിയില്ല. അതിനുള്ള രേഖകളുണ്ട്. ഈ പ്രശ്നങ്ങളിലെല്ലാം ആവശ്യമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം. ധനപ്രതിസന്ധിക്ക് കാരണമായി നിൽക്കുന്നത് പരിശോധിക്കുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ എന്താണ് UDFിലെ ഘടകകക്ഷികൾക്ക് തന്നെ യോജിച്ച അഭിപ്രായമുണ്ടോ? ഇവിടെ ശ്രീ ബഷീറിൻ്റെ അഭിപ്രായം കേട്ടു. അത് പിന്നെ ബഷീറിൻ്റെ അഭിപ്രായമായിട്ട് പരിഗണിക്കാം. അതാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട്? ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഇന്നലെ ഇവിടെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നാണ് നാം ആലോചിക്കേണ്ടത്. അതാണോ ഇവിടെ ബഷീറിൻ്റെ പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിച്ചത്? ഈ സമീപനമാണോ സമയം കഴിഞ്ഞു. ഈ സമീപനമാണോ പ്രതിപക്ഷ നേതാവ് ഈ സാമ്പത്തിക നയത്തിന്റെ പ്രശ്നങ്ങളിൽ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സർ, ഈ പ്രശ്നങ്ങളിൽ ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. അത് മാധ്യമങ്ങളുടെ പ്രചരണമാണ്.
മാധ്യമങ്ങൾ ഓരോ ദിവസങ്ങളിലുള്ള സംഭവഗതികൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്തിനു വേണ്ടിയാണ്? ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനാണോ? കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണോ? UDFന് നല്ല പിന്തുണ നൽകുന്നുണ്ട്, BJPക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇടതുപക്ഷത്തിനെ ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിക്കാനാണ് പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നുള്ളത് ആ വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതാണ് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത്. ഇതിൻ്റെ എല്ലാം പിറകിലുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യം അത് ഈ നാടിൻ്റെ പൊതു താല്പര്യങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. നവകേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഈ കേരളത്തിൻ്റെ ലക്ഷ്യമാണ്. അവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ നിങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ പദ്ധതികളെ വിശകലനം ചെയ്യുമ്പോൾ ഒരു വൈജ്ഞാനിക സമൂഹം, അറിവ് ഈ സമൂഹത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ചില തടസ്സങ്ങളുണ്ട് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത് അതിവേഗം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പും ഗവൺമെൻറ്റും പൊതുവായി സ്വീകരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതെല്ലാം പരിഹരിക്കപ്പെടണം. പെൻഷൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഈ സിവിൽ സപ്ലൈസിൻ്റെ സ്റ്റാളുകളിൽ സാധനങ്ങളുടെ ഇല്ലായ്മ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. അവർ വില നിയന്ത്രിച്ച് നൽകുന്നതിന് വേണ്ടി വില നിയന്ത്രിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ നവകേരളം സൃഷ്ടിക്കുന്നതിന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കി നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് മുമ്പോട്ട് പോകും. ജനങ്ങൾ അതിന് വലിയ തോതിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തർക്കമില്ല. ഈ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് കേരളീയം. കേരളീയത്തിന് വേണ്ടി എന്തു മുടക്കിയിട്ടുണ്ടോ അത് ഈ നാടിൻ്റെ വളർച്ചയിലുള്ള നിക്ഷേപമാണ് എന്ന് തിരിച്ചറിയാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ പോയി ഈ രാഷ്ട്രീയ അന്ധതയുടെ ഭാഗമായി. അതുകൊണ്ട് ഈ നിലയിൽ ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ യോജിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇനിയും പരിശോധിക്കാം. ഡൽഹിയിലെ സമരത്തിന് യോജിക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും പരിശോധിക്കാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാചകമുണ്ട്, കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനോട് ലീഗിന് യോജിപ്പുണ്ടോ? UDFിലെ മറ്റു പാർട്ടിക്കാർക്ക് യോജിപ്പുണ്ടോ? കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണം എന്നുള്ള അഭിപ്രായം പത്രങ്ങളിൽ അടിച്ചു വന്നു. മലയാള മനോരമയിലും മാതൃഭൂമിയിലെല്ലാം ഈ വാർത്തകൾ വന്നു. ഇത് ശരിയാണോ? ഈ സമീപനത്തിൽ നിന്നാണ് മാറേണ്ടത്. ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.